അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഫീന അഹദ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. MBSൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന തർത്തീബ് എന്ന പരിപാടിയുടെ ഭാഗമാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനി രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കാനും ദീനി നമ്മുടെ ഇൽമു കൊണ്ട് ഉപകാരപ്പെടുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് യൂസുഫ് പറ്റിയാണ്. യൂസുഫ് സൂറത്ത് മുസ്ഹാഫിൻ്റെ തർത്തീബിൽ 12ാമത്തതും 111 ആയത്തുള്ളതുമായ വലിയൊരു സൂറത്താണ്. ഈ സൂറത്തിനെ പൂർണ്ണമായി വിശദീകരിച്ച് വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഇതിൽ നിന്നുള്ള ചില പോയിൻ്റുകൾ, നമുക്കിതിൽ നിന്നുള്ള പാഠം, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. കാരണം ഈ സൂറത്തിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം തങ്ങൾക്ക് ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ചരിത്രം പറഞ്ഞു തരുന്നു എന്നാണ്. ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ മുസ്ഹഫിൽ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെത്, ഈസ നബി അലൈഹിസ്സലാമിൻ്റെതും മാതാവിൻ്റെയും, അതുപോലെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഫിറോയിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് വന്നത്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, 300 വർഷക്കാലം ഉറക്കിക്കിടത്തിയ അൽ കഹ്ഫിൻ്റെ ആൾക്കാരുടെ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയങ്ങൾ, 100 കൊല്ലം മരിച്ചു കിടന്ന ഉസൈറിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുള്ള സ്ഥിതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ വെച്ച് ഏറ്റവും രസമുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെറും കഥ കേട്ട് ആനന്ദിക്കൽ മാത്രമായിരുന്നില്ല. അല്ല, ആനന്ദിക്കലും ഉണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് യൂസുഫിനെ ഏതൊരു മൂഡ് ഔട്ടുള്ളവർ കേട്ടാൽ, അത്താർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, സൂറത്ത് യൂസുഫിനെ ഏതൊരു ദുഃഖിതം കേട്ടാലും അവൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടായിട്ടല്ലാതെ ഇല്ല. അങ്ങനെ ഒരുപാട് ഉപകാരവും രസവുമുള്ള കഥയാണ്. അതോടുകൂടി ഇത്രയും ചരിത്രങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെ അഹ്സനുൽ ഖസസ് ആക്കിയത് നമുക്കിതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇത് തുടക്കം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ട കാര്യമാണ്. സ്വപ്നം കണ്ടിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും റഅയ്തുഹും ലീ സാജിദീൻ, എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക്, മകനെ, യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക്, നിൻ്റെ സഹോദരന്മാരുടെ മേൽ ഈ കഥ പറഞ്ഞു കൊടുത്തക്കരുത്. കാരണം അവർ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയാൽ നിന്നോട് ചതിവ് കാട്ടും. കാരണം ശൈത്താൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും. മനുഷ്യന് അസൂയ ഉണ്ടാക്കാനും വിഷയങ്ങളുണ്ടാക്കാനും അന്നു മുതൽ ഇന്നു വരെ ശൈത്താൻ സജീവ പ്രവർത്തനത്തിലാണ്. ഇന്ന ശൈത്താന ലില്ലിൻസാനി അദുവ്വുൻ മുബീൻ, ശൈത്താൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. ഈ ശത്രുത ചാൻസ് മുതലാക്കും അവൻ. അതുകൊണ്ട് ആരോടും പറയരുത്. ഈ വിഷയം പറയുമ്പോൾ സ്വപ്നത്തെപ്പറ്റി നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ സൂറത്തിലുള്ള ഏറ്റവും ഒരു പ്രബലമായൊരു വിഷയമാണല്ലോ സ്വപ്നം. സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് സ്വാലിഹായ സ്വപ്നമുണ്ട്. സ്വാലിഹായ സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി അർ-റുഇയ സ്വാലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിൽ ആദ്യം വന്നത് സ്വാലിഹത്തായ സ്വപ്നമാണ്. അതുതന്നെയാണ് മറ്റ് ചില ഹദീസുകളിൽ കാണുന്നത്. നബൂവത്തിൻ്റെ 46 ഭാഗത്തിൽപ്പെട്ടൊരു ഭാഗമാണ് സ്വപ്നം. ആ വഹിയിൻ്റെ ഭാഗത്തിൽ നിന്ന് മുബശ്ശിറാത്തുകളല്ലാതെ
ഇന്നും ശേഷിച്ചിട്ടില്ല. സ്വഹാബത്ത് ചോദിച്ചു എന്താണ് മുബശ്ശിറാത്ത്, അപ്പോൾ പറഞ്ഞത് സ്വാലിഹായ സ്വപ്നങ്ങളാണ്. ഇത് നമ്മുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായതല്ല. മുൻഗാമികളായ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയാം. അവരൊക്കെ സ്വപ്നം കണ്ടത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. സ്വപ്നം എന്ന് വെക്കുമ്പോൾ അത് കണ്ടത് പറയുന്നവരും കാണാതെ പറയുന്നവരുമുണ്ട്. കാണാതെ പറയുന്നവർ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഹല്ലമ ബിഹിൽമിൻ, ഒരാളൊരു സ്വപ്നം ലം യറഹു, കണ്ടിട്ടില്ല, കാണാതെ സ്വപ്നത്തെ ഒരാൾ ഉണ്ടാക്കി പറഞ്ഞാൽ, കീർത്തിച്ച് പറഞ്ഞാൽ അവനോട് 2 ഗോതമ്പ് മണി തമ്മിൽ ബന്ധിപ്പിക്കാൻ ശിക്ഷയായിട്ടാണ് അന്ത്യനാളിൽ കൊടുക്കുക. അപ്പോൾ അതവനിക്ക് സാധിക്കുകയില്ല. സാധിക്കാതിരിക്കുമ്പോൾ അവനെ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നീ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം നാസിഹിനോടോ ആലിമിനോടോ അല്ലാതെ പറയാൻ പാടില്ല. കാരണം നിൻ്റെ ഒരു സ്വപ്നം പറയുകയാണെങ്കിൽ നല്ല മനുഷ്യന്മാരോടത് പറഞ്ഞാൽ അവർ നല്ല നിലക്കതിനെ വ്യാഖ്യാനിക്കുകയും നല്ല നിലക്കതിനെ വിശദീകരിക്കുകയും ചെയ്താൽ അത് നിനക്ക് ഉപകാരപ്പെടും. മോശകരമായിട്ടാണ് അതിനെ വിശദീകരിച്ചതെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആകെ കോലം മറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. സ്വപ്നം പലവിധം പറയുന്നുണ്ട്. സ്വാലിഹായ സ്വപ്നമുണ്ട്, മോശകരമായ സ്വപ്നമുണ്ട്. സ്വാലിഹായ സ്വപ്നം അതും 2 വിധമുണ്ട്. ഒന്ന്, ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കുന്നത് കണ്ട് അവിടെ വേറെ വിശദീകരണമില്ല, അത് തന്നെ. അപ്പോൾ അങ്ങനെ വ്യക്തമായി വെളിവാകും. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു സ്വപ്നവും സ്വബി വെളിവാകും പോലെ വെളിവായിട്ടല്ലാതെ ഇല്ല. രണ്ടാമത്തെ ഒരു സ്വപ്നം സാലിഹായ സ്വപ്നം തന്നെയാണ്, പക്ഷേ അത് വ്യാഖ്യാനത്തിന് ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ സ്വപ്നം ഒന്ന് സഹിയാണെങ്കിൽ രണ്ടാമത്തെ ഫാസിദാണ്. ഫാസിദായ സ്വപ്നവും പല വിധത്തിലുണ്ട്. അത് യാതൊരു ഹുക്കുമില്ല, അത് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തം ശരീരം മനസ്സിങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. മനസ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാം ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് എന്താണോ മുൻകൂട്ടി പറഞ്ഞു വെച്ചത് ആ കാര്യം തന്നെ സ്വപ്നത്തിൽ കാണും. അങ്ങനെയുള്ള കാര്യത്തിനെ നമുക്ക് കാര്യമാക്കാൻ പാടില്ല. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരഅറാബിയോട്. അറാബി പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എൻ്റെ തല പിഴുതെടുക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. ഞാനതിൻ്റെ പിന്നിൽ അങ്ങനെ പോകുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ലാ തുഖ്ബിർ ബി തലഉബി ശൈത്താനി ബിക ഫിൽ മനാം. ശൈത്താൻ സ്വപ്നത്തിൽ വന്നിട്ട് നിന്നോട് കളിച്ച കാര്യം നീ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ ഹദീസ് പറയുകയാണെങ്കിൽ മുബശ്ശിറാത്താണ്, നല്ല സ്വപ്നമാണെങ്കിൽ അതിനെ നിനക്ക് സംസാരിക്കാം. പക്ഷേ സംസാരിക്കുന്നത് തന്നെ നീ ഇല്ലാ ഹബീബൻ ഔ ലബീബൻ, നല്ലവരോടേ പറയാൻ പാടുള്ളൂ, സ്നേഹമുള്ളവരോടോ ബുദ്ധിയുള്ളവരോടോ പറയണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആലിമിനോടോ നാസിഹിനോടോ പറയാം. ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ അവർ നല്ല നിലയിൽ അതിനെ വ്യാഖ്യാനിക്കും. മോശാളോട് പറഞ്ഞാൽ മോശകരമായി വ്യാഖ്യാനിക്കും. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് സംസാരിക്കുകയും നിൻ്റെ സഹോദരന്മാരോട് പറയണ്ട എന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരാൾ എങ്ങനെയാണോ ആദ്യമായി വ്യാഖ്യാനിക്കുന്നത്, ഇല്ലാ ഹബീബൻ ഔ ലബീബൻ പറഞ്ഞില്ലേ, ബുദ്ധിമാന്മാരോടോ സ്നേഹമുള്ളവരോടോ പറയണം. സ്വപ്നം ആരാണോ ആദ്യം പറഞ്ഞത് വ്യാഖ്യാനിച്ചത് ചിലപ്പോൾ അങ്ങനെ തന്നെയാകും. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജയിലിൽ ഉള്ളവരുടെ സ്വപ്നം. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഴിവ് കണ്ടിട്ട് വെറുതെ ഇല്ലാതെ സ്വപ്നം ഉണ്ടാക്കി പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ തീരുമാനം പറയുകയും അവർ പറഞ്ഞ് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ ഒരുത്തനെ വധിക്കപ്പെടും, ഒരുത്തനെ വീണ്ടും
പിന്നെ രാജാവിന് ഖിദ്മത്ത് എടുക്കുന്നതിലേക്ക് മടക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്. എന്നാൽ കുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഫത്വ തേടിയതായിരിക്കുന്ന ആ തീരുമാനം അവിടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം നല്ല നിലയിലാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നും പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണമെന്നും കാണാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഒരു ഹദീസിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് യാത്ര പോയിട്ടാണുള്ളത്, കച്ചവടത്തിന് പോയിട്ടാണുള്ളത്, ഞാൻ ഗർഭിണിയാണ്, ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ വീടിൻ്റെ ഒരു തൂണ് പൊളിഞ്ഞിട്ടും എൻ്റെ കുട്ടി കോങ്കണ്ണനായിട്ടും ജനിച്ചതായിട്ട് എനിക്ക് കാണുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യാഖ്യാനം പറഞ്ഞത്, നിൻ്റെ ഭർത്താവ് വളരെ സന്തോഷമായി തിരിച്ചു വരികയും നിനക്ക് യാതൊരു തകരാറില്ലാതെ കുട്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. അതേ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ലാതപ്പോൾ അതിന് ആയിഷ ബീവിയോ മറ്റോ ആയിഷ ബീവി അതിന് വ്യാഖ്യാനം പറഞ്ഞപ്പോൾ വേറൊരു രൂപത്തിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്, മനുഷ്യന്മാരോട് നല്ല നിലയിലല്ലാതെ വ്യാഖ്യാനം പറയാൻ പാടില്ല ആയിഷ, കാരണം വ്യാഖ്യാനം പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാമെന്നാണ്. അപ്പോൾ സ്വപ്നത്തിൻ്റെ ഒരു ഗൗരവകരമായ കാര്യമാണ്. അപ്പോൾ നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. മോശ സ്വപ്നം കണ്ടാലോ? അപ്പോൾ മോശ സ്വപ്നം കണ്ടാൽ ആരോടും പറയാൻ പാടില്ല. അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതോടുകൂടി ഈ സ്വപ്നം മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ആയത്തുൽ കുർസി ഓതിയിട്ട് ഉറങ്ങാൻ പറയുന്നതും ചില ദിക്റുകൾ ചൊല്ലിയിട്ട് ഉറങ്ങാൻ പറയുന്നതും. ഇതാ അവൈത്ത ഇലാ ഫിറാഷിക ഫഖർ ആയത്തുൽ കുർസി ഓതിയിട്ടും നീ ഉറങ്ങാനൊക്കെ പറയുന്നത് ലം യസൽ മഅക മിനല്ലാഹി ഹാഫിദുന്ന, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് നിനക്കൊരു സംരക്ഷകൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ശൈത്താൻ നിന്നോട് രാവിലെ വരെ അടുക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയത്തുൽ കുർസി ഓതിയിട്ട് ഉറങ്ങണമെന്നും മറ്റ് ദിക്റുകൾ ചൊല്ലിയിട്ട് ഉറങ്ങണമെന്നും നമ്മോട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നാം പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ സ്വപ്നം എന്നുള്ളത് ഒരു തോന്നിവാസമല്ല എന്നും ഇന്നിപ്പോൾ യൂട്യൂബിലായാലും മറ്റൊക്കെ ഒരുപാട് വിശദീകരിക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ സ്വപ്നം അങ്ങനെ പരസ്യപ്പെടുത്താനോ വിശദീകരിക്കാനോ ഉള്ളതല്ല. നമുക്ക് സന്തോഷമുള്ളതാണെങ്കിൽ സന്തോഷം പങ്കിടാൻ പറ്റിയ ആളോട് പറയാം, അസൂയക്കാരോട് പറഞ്ഞു പോകരുത്. അതല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പിതാവ് പറഞ്ഞത്, നീ അങ്ങനെ സംസാരിച്ച് പോകരുത് എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നല്ല സ്വപ്നവുമുണ്ട്, മോശ സ്വപ്നമുണ്ട്. മോശ സ്വപ്നത്തെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യണം, നല്ല സ്വപ്നത്തെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യണം. അഥവാ നല്ല സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം? 1, അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. 2, അതുകൊണ്ട് സന്തോഷിക്കണം. 3, അതുകൊണ്ട് നല്ല മനുഷ്യന്മാരോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, നല്ലവരോട് മാത്രമേ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലവരോടെന്ന് പറഞ്ഞാൽ ഇല്ലാ ഹബീബൻ ഔ ലബീബൻ, ബുദ്ധിമാന്മാരോടോ അതല്ലെങ്കിൽ സ്നേഹമുള്ളവരോടോ. ഒരു സ്വപ്നം എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ വ്യാഖ്യാനിച്ചതുപോലെയാണ്. അത് വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ കാലുയർത്തിയാൽ രണ്ടാമത്തെ കാല് വെക്കാൻ വേണ്ടി അവൻ തയ്യാറാണ്. ഒരു കാലെടുത്ത് മറ്റേ കാല് വെക്കുമ്പോൾ ആ കാല് വെക്കാൻ അവൻ തയ്യാറാകുമ്പോൾ എവിടെ അവൻ വെക്കുന്നുവോ അവിടെ സംഭവിക്കുന്നതാണ് എന്നതുപോലെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എങ്ങനെ അവൻ പറയുന്നുവോ ആ രൂപത്തിൽ സംഭവിക്കുന്നതാണ്. ഇനി മോശ സ്വപ്നം കണ്ടാൽ എന്താ വേണ്ടത്? അത് 2-ാം ഭാഗത്തിൽ